നിങ്ങൾ UK നേഴ്സിംഗ് ആൻഡ് ഹെൽത്ത് കെയർ സ്റ്റാഫിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ COS അവരുടെ അണ്ടറിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. നിങ്ങളുടെ കോൺട്രാക്റ്റഡ് അവേഴ്സ് എത്രയാണോ നിങ്ങൾ സൈൻ ചെയ്തിരിക്കുന്നത് 37.5 അല്ലെങ്കിൽ 40 അവേഴ്സ് പെർ വീക്കോ ആണെങ്കിൽ അത് നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കണം. റീസെൻ്റ്ലി ഈ കോൺട്രാക്റ്റഡ് അവേഴ്സ് മീറ്റ് ചെയ്യാത്ത കുറച്ച് സ്റ്റാഫിൻ്റെ COS നഷ്ടപ്പെടുകയും അവരോട് പുതിയൊരു എംപ്ലോയറെ കണ്ടുപിടിച്ചോളാനായിട്ട് പറഞ്ഞായിട്ട് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം. അപ്പോൾ അവരോട് പറഞ്ഞ കാരണം നിങ്ങൾ കോൺട്രാക്റ്റഡ് അവേഴ്സ് മീറ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഷിഫ്റ്റുകൾ വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പം ഇതിൽ രണ്ട് ഭാഗത്തും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് കണ്ടുപിടിച്ച് തരണം, അതുപോലെ തന്നെ നിങ്ങൾ ഷിഫ്റ്റുകൾ വരുമ്പോൾ എടുക്കണം. പക്ഷേ ഈ ഏജൻസിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫിനെ ഡെയിലി മീറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ ഷിഫ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് രാത്രി 12 മണിക്ക് അല്ലെങ്കിൽ വെളുപ്പിനെ 3 മണിക്ക് 5 മണിക്കൊക്കെയാണ്. നമ്മൾ ഉറങ്ങിപ്പോകും, നമുക്കത് പിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അല്ലെങ്കിൽ നമുക്ക് നാളെ എന്തെങ്കിലും ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് ഷിഫ്റ്റ് ഒഴിവാക്കേണ്ടി വരും. പക്ഷേ അടുത്ത 3 ദിവസങ്ങളിൽ നമുക്ക് ഷിഫ്റ്റ് കിട്ടാതെ വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ പോകുന്ന നഴ്സിംഗ് ഹോമിൽ നമുക്ക് നമ്മൾ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ ആ സ്റ്റാഫ് അല്ലെ അവിടുത്തെ നേഴ്സസൊക്കെ നിങ്ങളെ റെക്കമെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് അവിടെ ഷിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഹോസ്പിറ്റലുകളും ഇത് തന്നെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് എപ്പോഴും ഒരു ഗ്യാരണ്ടീഡ് അല്ല. ഹോസ്പിറ്റലും കെയർ ഹോംസും ഒക്കെ മാക്സിമം ഏജൻസി എന്നുള്ള സ്റ്റാഫിനെ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം അവർക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ നൈറ്റ് ഷിഫ്റ്റിൻ്റെ അവൈലബിലിറ്റി കിട്ടുമ്പോൾ അത് പിക്ക് ചെയ്യുക. കാരണം നൈറ്റ് ഷിഫ്റ്റ് ഒരുപാട് പേർക്കും താല്പര്യമില്ലാത്തതാണ്. അതുകൊണ്ട് കുറച്ച് ഉറക്കമൊക്കെ കളഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങൾ ഈ നൈറ്റ് ഷിഫ്റ്റ് പിക്ക് ചെയ്യുകയാണെങ്കിൽ അവേഴ്സ് മീറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. UK ക്ലൈമറ്റ് അല്ലേ, ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 5 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ സെറ്റിലാകുക, ILR ഒക്കെ നേടി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയിലേക്കൊക്കെ മാറാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ ILRനോടൊക്കെ അടുത്ത് നിൽക്കുന്ന സമയമാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. കാരണം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് എംപ്ലോയ്മെൻറ്റ് ലെറ്ററും ഒക്കെ വേണം. നിങ്ങളുടെ സാലറിയും കാര്യങ്ങളൊക്കെ ഹോം ഓഫീസ് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സും ഒക്കെ ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അങ്ങനത്തെ പ്രശ്നങ്ങളിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ ജോലി പോയി കഴിഞ്ഞാൽ പുതിയൊരു എംപ്ലോയറെ കണ്ടുപിടിച്ച് COS എടുത്ത് അതിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒട്ടുമിക്ക എംപ്ലോയേഴ്സും ഒരു COS കെയറേഴ്സിന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ജോലി പോകാതെ നോക്കുക. എങ്ങനെയെങ്കിലും നിങ്ങൾ അവേഴ്സൊക്കെ മീറ്റ് ചെയ്ത് ILRലേക്ക് എത്തി സെറ്റിൽ ആകാനായിട്ട് ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.